പറഞ്ഞല്ലോ ഒരുപാട് മൾട്ടി സ്റ്റാർ പടമാണ്. അത് മാത്രമല്ല ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അത് ലാഗായിട്ട് പറയാൻ പറ്റില്ല. അത് ആ കഥ എങ്ങനെ തന്നെ പറഞ്ഞാലേ നമുക്ക് കൺവിൻസ് ആവത്തുള്ളൂ. കമലഹാസന്റെ റോള് കാണുന്നുണ്ടോ? തകർത്ത് വിട്ടത് കമലഹാസൻ അവസാന സീനിൽ തകർത്ത് വരുന്നുണ്ട്. അമിതാഭ് ബച്ചന്റെ റോൾ ഒന്നും പറയണ്ട, പുള്ളി തകർത്ത് വാരിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഇതുപോലെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. അതുപോലെ പടം ഹോളിവുഡ് സിനിമകളെ വെല്ലും. അതുകൂട്ട് മേക്കിംഗ് അടിപൊളി തകർത്തു. ടോട്ടലൊന്നും അത് ഇന്ത്യൻ സിനിമ വേറെ ലെവലായി മാറുവാണ്. ഇത് ഹോളിവുഡ് ലെവലിലേക്ക് മാറി. അത്രയും കലക്കി വട്ടം തകർത്ത് വാരി. അതേ ഒരു ലെവൽ ഓഫ് ഇമ്പാക്റ്റിൽ ഇത്ര അടിപൊളി ഗ്രാഫിക്സ്. ഓരോ സീനിലും 3 മണിക്കൂറിൻ്റെ പടം, ഒരു സീനിൽ പോലും നമുക്കൊരു ഗ്രാഫിക്സ് അയ്യേ എന്ന് തോന്നിയല്ല. അത്രയ്ക്ക് ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഒരുപാട് 750 കോടി എടുത്ത് മുടക്കി ഉള്ള പടങ്ങളും ഫ്ലോപ്പായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് 600 കോടി വർത്ത് എവറി പെനി എന്ന് വേണം പറയാം. കാരണം ഇത്ര അടിപൊളിയായിട്ട് 3 മണിക്കൂറിൻ്റെ പടം, ലൈക്ക് ട്രൂലി എപ്പിക്. ഗ്രാഫിക്സിൻ്റെ ടോപ്പ് നോച്ച്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മൂവീസിൽ നമുക്ക് ദിസ് ഈസ് ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ഹോളിവുഡ് സ്റ്റാഫ് കാണിക്കാൻ പറ്റിയ മൂവിയാണ്. സെക്കൻഡ് കമ്മിങ് ടു സ്റ്റോറി, ഇത് ആക്ച്വലി 6000 വർഷം ശേഷമുള്ള ഒരു ഏർത്തെ കാണിക്കുന്നത്. സോ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയതിനകത്തേക്ക് മഹാഭാരതം അത്രയും പഴയ ഇത് ബ്ലെൻഡ് ചെയ്ത രീതി, അത് കഥ അടിപൊളിയായിരുന്നു. ഒരുപാട് ക്ലീശ വരാൻ ചാൻസ് ഉള്ള സാധനമാണ്, പക്ഷേ അത് പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് സ്റ്റാർട്ടിങ് വിത്ത് കമലഹാസൻ 15 മിനിറ്റ് ഉള്ളൂ. എന്താ പറയുക, ഒരു ട്രൂലി എന്താ പറയുക എപ്പിക് വില്ലൻ അല്ലെങ്കിൽ ബാക്കി കാണാൻ കിടക്കുന്നുള്ളൂ. അത് അടിപൊളിയായിരുന്നു. പിന്നെ ബിഗ് ബിയുടെ 1 മാൻ ഷോ, എനിക്ക് തോന്നുന്നു തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാന് ശേഷം ലൈക്ക് ബിഗ് ബി ഇത്ര ആക്ഷൻ മൂവീസിൽ നന്നായി യൂസ് ചെയ്തേക്കണത്. നല്ലൊരു ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ദിബിയ പദ്കോണിൻ്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരുപാട് 2-3 ക്യാമിയോസ് ഉണ്ട്. ദുൽഖർ സൽമാൻ, വിജയ് ദേവർകൊണ്ട, പിന്നെന്താ ശോഭന മാമിന് പറ്റിയ പെർഫോമൻസ് നൈസായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു എലവേഷൻ സീൻസൊക്കെ ഉണ്ട്, അത് വേറെ ലെവലായിരുന്നു. പിന്നെ പ്രഭാസിന് എന്താ പറയുക, ഒരു കുറച്ചാൾ ശേഷം ഒരു 100% നല്ലൊരു ലൈക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു മൂവി ആയിരിക്കും അത്. എല്ലാവരും ഹാസ് ഡൺ ഗ്രേറ്റ് ജോബ്. ആൻഡ് നാഗാശ്വിൻ ഹാറ്റ്സ് ഓഫ്. ഈ ഇത്ര ഒരു കൽക്കി യൂണിവേഴ്സ് ലൈക്ക് ഇന്ത്യയിൽ ശ്രമിക്കാന്നില്ല. ഇത് കണ്ടിന്യൂയിങ് ആണ്, ഇനി പാർട്സ് വരുന്നുണ്ട്. സോ ട്രൂലി വെയിറ്റിംഗ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. തിയേറ്ററിൽ കാണുമ്പോൾ നല്ല തിയേറ്ററിൽ ഒരു ഫോക്കി അറ്റ്മോസ്ഫിയറിൽ തന്നെ മിസ് ചെയ്ത് നോക്കുക, കാണാൻ നോക്കുക. ലൈക്ക് ഇന്ത്യൻ ട്രൂലി സ്റ്റഫ് എപ്പിക് പടം, ഒന്നും പറയാനില്ല. അങ്ങനെ ഒരാളുടെ റോൾ സെൻട്രിക് അല്ല മൂവി. ഇൻഡിവിജ്വലി എല്ലാവർക്കും ഉണ്ട്. അമിതാഭ് ബച്ചന് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, പ്രഭാസിനുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു പ്രഭാസിൻ്റെ 1 മാൻ ഷോ അല്ലെങ്കിൽ നമ്മളെ നോർമൽ തെലുഗു പടം അങ്ങനെയല്ല. എല്ലാവർക്കും ഇൻഡിവിജ്വലി ഈക്വൽ റോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ലൈക്ക് അമിതാഭ് ബച്ചൻ ഇത്ര നാൾ ശേഷം ഒരു ഇത് കണ്ടിട്ട് ബിഗ് ബിയുടെ ഉണ്ടായിരുന്നു. ആൻഡ് വിജയ് ദേവർകൊണ്ട ക്യാമിയോ കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഒരു സർപ്രൈസ് ക്യാമിയോ ഉണ്ടായിരുന്നു ഒരു രാജമൗലിയുടെ, നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ഇതായിരുന്നു. ഇത് ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്പോയിലേഴ്സ് ഒന്നുമല്ല. നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. വർത്ത് എവറി പെനി. നിങ്ങൾ കാശ് മുടക്കി തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഐ എം വെരി ഹാപ്പി. അതെ, പ്രാധാന്യമുണ്ട്. ചുമ്മാ വന്ന് പോണ പോലെയല്ല. പക്ഷേ അവർക്കൊക്കെ നല്ലൊരു ചെറിയ റോളാണ്. ഇത് നമ്മുടെ അന്നാബൻ നല്ലൊരു റോളാണ് ആൾക്ക് കൊടുത്തിരുന്നത്. നല്ലൊരു ലൈക്ക് ക്യാരക്ടറായിരുന്നു. സോ എല്ലാവർക്കും ഈക്വൽ റോൾസ് ഉണ്ട്. ലൈക്ക് ഒരു ചെറിയ ആളും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആസ് ഓൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈക്ക് ഇന്ത്യൻ മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റിയൊരു ഇതായിരിക്കും. എന്നിട്ടില്ല, ഇനി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീനും പോലും നമുക്ക് ശരിക്കും കണ്ണിങ്ങനെ ചുമ്മാതെ നമ്മൾ നോക്കിയിരുന്നു പോകും. അത്രയും കണ്ണടയ്ക്കാതെ നോക്കിയിരുന്നു പോകും. കാരണം ആരാണ് വരുന്നത്, ആരൊക്കെയാണ് പെർഫോമൻസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയിരുന്നു. ആ വന്ന എല്ലാ റോൾസിലും എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. കമലഹാസനും അമിതാഭ് ബച്ചനും നമ്മുടെ ദുൽഖർ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇതിനകത്ത്. വിജയ് ദേവർകൊണ്ട എല്ലാവരും വന്ന്. ഇനി ഞാൻ പറഞ്ഞില്ല, അടുത്ത ഭാഗത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഗംഭീര പടമാണ്. എല്ലാവരും നല്ല തിയേറ്ററിൽ പോയി കാണണം. 3D എഫക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഗംഭീരമായിരിക്കും. ഗംഭീര പടം. ഇതിപ്പോൾ ഇനി അടുത്ത ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി കാണണം. അത്രയും ത്രില്ലിംഗ് ആണ്. ഓരോ നിമിഷവും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് പ്രഭാസ് ഇസ് ബാക്ക് എന്ന് പറയാൻ. കൽക്കി എന്ന് പറഞ്ഞ പടം. ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ ആക്ടേഴ്സിനെയും ഇതിൻ്റെ ഡയറക്ടർ ആകാശ് എന്ന് പറഞ്ഞ പുള്ളി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ നടന്മാരെ യൂസ് ചെയ്യുന്ന ഡയറക്ടറിൻ്റെ കയ്യിലാണ്. ആ ഡയറക്ടറിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ആ രീതിയിൽ അദ്ദേഹം ഇവർക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഇവരും ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ പറയണ പോലെയാണെല്ലാം. എന്തായാലും നന്നായിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രേറ്റ് ആക്ടർ അമിതാഭ് ബച്ചനും ബിഗ് ബി ഒന്നും പറയാനല്ലോ. പിന്നെ കമലഹാസൻ, ദുൽഖർ സൽമാൻ ചെറിയ സീനാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അന്നാബൻ പെർഫെക്റ്റ്. പിന്നെ ദീപികക്ക് വ്യത്യസ്ത റോളുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ശോഭന മാം
നമ്മൾ ഒരുപാട് നാളുകൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം നന്നായിട്ട് എഴുതുന്നത്. അതിൽ ഇതൊരു കൊച്ചു കുട്ടികൾ, അവരെ പേരെന്നറിയാൻ പാടില്ല, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയൊക്കെ അഭിമാനിക്കാൻ പറ്റിയൊരു സിനിമ കൽക്കി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്ന കമൽ ഹാസൻ ആകട്ടെ അതിലെ നായകൻ എന്ന് പ്രതീക്ഷിക്കുന്നു. രോമാഞ്ചപ്പടം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. ക്ലൈമാക്സ് ആണെങ്കിൽ പെട്ടെന്ന് കയറി വന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴായിരുന്നു രോമാഞ്ചം കയറി വന്നത്. ഒരു സീനുണ്ട് പോലെ, അത് ഉറപ്പായിട്ടും ഇത് കണ്ടിരിക്കണം. വേൾഡ് ബിൽഡിംഗ് ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. കൽക്കി എന്നുള്ള ഒരു ഗംഭീര വേൾഡ് ബിൽഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആദ്യം തുടക്കത്തിലൊരു സ്ലോ പേസ് ആയിട്ട് പോയെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ കഥ കാണിക്കുന്നില്ല. വളരെ പഴയ പുരാതന കാലം, 6000 വർഷം മുൻപ് നടന്നതും ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നുള്ള മിക്സപ്പ് അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ്. കാരണം ഗ്രാഫിക്സ് എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു ബാഹുബലിയിലൊക്കെ കണ്ടതിന് ശേഷം ഇത്ര അതിഗംഭീരമായ ഗ്രാഫിക്സ് വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ആ വേൾഡ് ബിൽഡിങ്ങിലും കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സ്ലോ ആയിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫിലുള്ള ആക്ഷൻ രംഗങ്ങൾ വേറെ ലെവലായിരുന്നു. പ്രഭാസും അമിതാഭ് ബച്ചനുള്ള സീനുകൾ എടുത്തു പറയേണ്ട സീനുകളാണ്. അമിതാഭ് ബച്ചനും കമൽഹാസനും വരുന്ന ഓരോ സീനുകളും അവർ സീൻ കൊണ്ടുപോയി. ഈ പ്രായത്തിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഒരുപടി പ്രഭാസിനൊപ്പം ഒരുപക്ഷെ പ്രഭാസിന് മേലെ നിൽക്കുന്ന പ്രകടനമാണ് അമിതാഭ് ബച്ചൻ്റെ. അസാധ്യമായ സ്ക്രീൻ പ്രസൻസ് ആണ് അമിതാഭ് ബച്ചൻ്റെ. പിന്നെ ക്ലൈമാക്സിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇത് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള സൂചന കൂടി നൽകുന്നുണ്ട്. കമൽഹാസനും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. വിജയ് ദേവരക്കൊണ്ടുണ്ട്, ദുൽഖർ സൽമാനുണ്ട്, ശോഭനയുണ്ട്, അന്നാബൻ, ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ട് നിറഞ്ഞ ഒരു അതിഗംഭീര എൻ്റർടൈൻമെൻറ്റ് ഫീസ്റ്റ് ആയിട്ടാണ് കൽക്കി വന്നിരിക്കുന്നത്. സമയം കുറച്ച് ദൈർഘ്യം കൂടിപ്പോയായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു യൂണിവേഴ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് എൻട്രി ആയിട്ടുള്ള ഒരു മൂവി എന്ന നിലയിൽ കൽക്കി ഫസ്റ്റ് പാർട്ട് അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഗ്രാഫിക്കലിയും എൻ്റർടൈൻമെൻറ്റ് ഫൈറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു അതിഗംഭീരമായ ഒരു ചിത്രമായിരിക്കും കൽക്കി. എല്ലാവിധ റെക്കോർഡുകളും തകർക്കാൻ ശേഷിയുള്ള ബാഹുബലിക്ക് ശേഷം ഇപ്പോൾ ആദിപുരുഷൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി പ്രഭാസിന് വന്നുള്ള ഗംഭീര റോളാണ്. അതിലൊരു പഴയകാലം കാണിക്കുമ്പോൾ ബാഹുബലി, അതായത് പഴയ ഫൈറ്ററുടെ രൂപത്തിൽ പ്രഭാസ് വരുന്ന ഒരു സീനുണ്ട്. തിയേറ്റർ പൊട്ടിത്തെറിച്ച ഒരു സീനായിരുന്നു. കർണനായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്രഭാസിനെ. എല്ലാവിധ ആരാധകരെയും ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ എൻ്റർടൈൻമെൻറ്റ് മൂവികൾ ഇഷ്ടപ്പെടുന്ന ഒരുപോലെ തൃപ്തിപ്പെടുന്ന ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് ആയിട്ടാണ് കൽക്കി ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്നത്. കലക്കി എന്ന് തന്നെയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പുരാണം ഇന്നത്തെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് സംവിധായകൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള അമിതാഭ് ബച്ചൻ, അദ്ദേഹം ഇത്രയും പ്രായത്തിൽ ഒരു നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കമൽഹാസൻ, പിന്നെ ദുൽഖർ സൽമാൻ, മലയാളികളുടെ അഭിമാനമായ ദുൽഖർ സൽമാൻ, അന്നാബൻ, ശോഭന ചേച്ചി, പിന്നെ വിജയ് ദേവർകൊണ്ട, പിന്നെ അതേപോലെ തന്നെ രാജ്മൗലി, അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെ ഉണ്ട്. കമൽഹാസനൊക്കെ നല്ലൊരു റോളാണ്. അടുത്ത സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ദൃശ്യഭംഗി ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു നല്ല ആർട്ട് വർക്കുള്ള ഒരു നല്ലൊരു ചിത്രമാണ്. സെക്കൻഡ് ഹാഫ് ബ്ലോക്ക് തൊട്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പ്രഭാസിൻ്റെ കുറച്ച് സാധനം, ആ തെലുങ്ക് ഫിലിമിൻ്റെ ഒരു സാധനം കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്, അതൊഴിച്ച് കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറാണെങ്കിലും ശോഭന, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. VFX കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവല് എത്തിയില്ലെങ്കിലും കൊള്ളാം, ബോറടിപ്പിക്കില്ല, അടിപൊളിയായിട്ടുണ്ട്. നടനാണ്. അപ്പോൾ അത് വെച്ച് പുള്ളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി മാത്രമല്ല അതിനകത്ത് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും, പിന്നെ നമ്മളെല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് അത് കളയണ്ട, അതൊരു വിസ്മയം തന്നെയാണ്, കാണേണ്ട ഒരു വിസ്മയം തന്നെയാണ്. സൂപ്പർ പടം.